ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കറണ്ട് അഫയർ വീഡിയോ ആണ്. ടോപ്പിക് അവിടെ തന്നെ തന്നിട്ടുണ്ട്. പി എം ഗതിശക്തി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഈ പി എം ഗതിശക്തിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ PSC വരുന്ന കറണ്ട് അഫയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യണം, എങ്ങനെയാണ് PSCക്ക് കറണ്ട് അഫയർ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഇതാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് എന്ന് പറയുന്നത്. സാർ ഇപ്പൊ എന്തിനാ സിലബസ് എടുക്കേണ്ട കാര്യമുള്ളത്? ആക്ച്വലി ഓക്കെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് അല്ലേ പഠിക്കുന്നത്. അതെ, അതും ഈ സിലബസ് തമ്മിൽ എന്താ ബന്ധം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സിലബസിൽ എന്താ ഉള്ളത്? ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനമായിട്ട് കറണ്ട് അഫയർ ഒന്നും കാണുന്നില്ല. സംസ്ഥാനവും അവയുടെ സവിശേഷതയും പഠിക്കാനുണ്ട്. ഓക്കെ, വേണമെങ്കിൽ കറണ്ട് അഫയർ ഇടാം, നമ്മൾ വേറൊരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഉത്തരവർദ്ധ മേഖല, നദികൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നദികൾ, കാലാവസ്ഥ, പുതിയ എന്തെങ്കിലും സൈക്ലോൺ വരികയാണെങ്കിൽ, കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, ഫ്ലഡ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഓക്കെ, വല്ല പ്രളയം വരുവാണെങ്കിൽ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊരു കറണ്ട് അഫയർ അല്ലേ? വിവിധ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതല്ല ആക്ച്വലി പുതിയ സൈക്ലോൺ. ഇപ്പോ ലേറ്റസ്റ്റ് സൈക്ലോണിന്റെ പേരാണ് സൈക്ലോൺ ശക്തി. അപ്പൊ സൈക്ലോൺ ശക്തി എപ്പോഴാ വന്ന്, എവിടെയാണ് വരാൻ പോകുന്നത്, എവിടെയാണ് ഇഷ്യൂ ഉള്ളത്, ഒരു 2023 തൊട്ട് 2025 വരെയുള്ള കാര്യങ്ങൾ, ഫ്ലഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൺസൂണിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് കറണ്ട് അഫയറിൽ വരാവുന്ന ഒരു കാര്യമല്ലേ? അതെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും വായിച്ചതിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, ഇതിൽ നമ്മൾ കറണ്ട് അഫയറിന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് നദികൾ, കാലാവസ്ഥ. ഓക്കെ, അടുത്താണ് സ്വാഭാവിക സസ്യപ്രകൃതി. ഇതിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒന്നും അങ്ങനെ കാണാനില്ല. കൃഷി, ധാതുക്കൾ, വ്യവസായം, ഊർജ സ്രോതസ്സുകൾ. കൃഷി, ധാതുക്കൾ, ഊർജ സ്രോതസ്സുകളിൽ നമുക്ക് വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ പേരാണ് ഓക്കെ. കൃഷിയിലാകുമ്പോൾ 2024 ഏറ്റവും കൂടുതൽ ഗോതമ്പ് പ്രൊഡക്ഷൻ നടത്തിയ സംസ്ഥാനം ഏതാണ്? 2023 തൊട്ട് ഓക്കെ ഏറ്റവും കൂടുതൽ അരി പ്രൊഡക്ഷൻ നടത്തിയ സംസ്ഥാനം ഏതാണ്? ഓക്കെ. ഊർജ സ്രോതസ്സുകൾ, ഏറ്റവും കൂടുതൽ യുറേനിയം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓക്കെ. ധാതുക്കൾ, ഇരുമ്പിന്റെ അയിര് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ആദ്യം വരുന്ന കാര്യം, ഡാറ്റ എവിടം തൊട്ട് എവിടെ വരെ പഠിക്കേണ്ടത്? 2023-25 തൊട്ടാണ് പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു, ഊർജ്ജ സ്രോതസ് വരെ എത്തി. ഇന്ന് നമ്മുടെ അടുത്ത് ലാസ്റ്റ് പഠിക്കാനുള്ള സിലബസിലെ ടോപ്പിക്കിന്റെ പേരാണ് റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്നാണ് ഇവിടെ പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ പേര്. ഓക്കെ അല്ലെ? ആ ടോപ്പിക്കില് റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗതത്തിന് എയർ ഗതാഗതം എഴുതിയിട്ടുണ്ട്. എയർ ഗതാഗത സംവിധാനങ്ങളിൽ മൊത്തമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിന്റെ പേരാണ് PM ഗതിശക്തി പ്രോഗ്രാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കറണ്ട് അഫയർ. ഓക്കെ, റെയിൽവേയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ചിനാ ബ്രിഡ്ജ്, അഞ്ചിഗഡ് ബ്രിഡ്ജ്, പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ്. ഓക്കെ, ഇത് മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എയർ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എയർ ഇന്ത്യ ഫ്ലൈറ്റ് തകർന്നില്ലേ 171, അത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇതൊക്കെയാണ് ഇന്ത്യൻ ജോഗ്രഫിന്ന് ബന്ധപ്പെട്ട കറണ്ട് അഫയറിന്റെ കാര്യം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫയർ ആണ് ഏത്? PM ഗതിശക്തി പ്രോഗ്രാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെനാ ബ്രിഡ്ജും അഞ്ചിഗഡ് ബ്രിഡ്ജും പാമ്പൻ പാലവും ഒക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? കൃഷിയും ധാതുക്കളും, നദികൾ, എന്തെങ്കിലും സൈക്ലോൺ വന്നിട്ടുണ്ടെങ്കിൽ, ഫ്ലഡ് പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സൈക്ലോൺ ശക്തിയെ കുറിച്ച്, ഇതെല്ലാം നമ്മൾ ഒരു സീരീസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു എക്സാം വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു LDC വരുന്നുണ്ടെങ്കിൽ, ആ LDCയിൽ 20 കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതിൽ 18 എണ്ണം സിലബസുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, 2 എണ്ണം ന്യൂസ് എന്നായിരിക്കും. ആദ്യം ആ 18 എണ്ണം എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ്, SPCയുടെ ഒക്കെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ടെങ്കിൽ, 20 മാർക്ക് 15 മാർക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, അതിൽ 18 എണ്ണം എവിടെ നിന്നായിരിക്കും?
സിലബസ് എന്നായിരിക്കും. 2 എവിടെ നിന്നായിരിക്കും? കറണ്ട് അഫെയർ എന്നായിരിക്കും. ഒരു essay ഉണ്ട്, 15 മാർക്കാണ് കറണ്ട് അഫെയർ. ഓക്കെ, 13 എവിടെ നിന്നായിരിക്കും? സിലബസ് എന്നായിരിക്കും. 2 എവിടെ നിന്നായിരിക്കും? ന്യൂസ് എന്നായിരിക്കും. ന്യൂസ് എല്ലാം പഠിച്ച്, ഓക്കെ, എല്ലാ തൊഴിൽ വാർത്തയും തോൽവീതിയും എല്ലാം വായിച്ചു നോക്കി കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട്, ഓക്കെ, PSCയുടെ എല്ലാ ബുള്ളറ്റിനും വായിച്ചു നോക്കി ഒരുപാട് സമയം കളയുന്നതിനേക്കാൾ ബെറ്റർ ആണ് സ്മാർട്ടായിട്ട് പഠിക്കുക. അത് സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യത്തിന്റെ പേരാണ് എന്ത്? സിലബസ് റിലേറ്റ് ചെയ്യുക. അപ്പൊ സിലബസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ കറണ്ട് അഫെയറിന്റെ പേരാണ് PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ. ഓക്കെ, അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് കിരൺ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സും മറ്റു കാര്യങ്ങളും ലഭിക്കണമെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട്. അതിൽ മെയിനായിട്ട് ഡിഗ്രി ലെവലിലാണ് ഫോക്കസ് ചെയ്യുക. @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 എന്നാണ് അതിന്റെ എന്തുള്ളത് പേരുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ നമുക്ക് PM ഗതിശക്തി പ്രോഗ്രാമിന്റെ 2025 സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ PM ഗതിശക്തി പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ, ആക്ച്വലി അതിൽ റോഡുണ്ട്, അതിൽ റെയിൽവേ ഉണ്ട്, അതിൽ വ്യോമഗതാഗതം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ചേർന്നാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മളൊരു വാക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ വാക്കിന്റെ പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മുടെ എന്താ പറയാ, മൊത്തത്തിലുള്ള സമ്പദ്ഘടനയിലെ വികസനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. അത് എങ്ങനെയുള്ള വികസനമാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്? ആക്ച്വലി ലോജിസ്റ്റിക്സ് പരമായ വികസനമാണ് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇനി എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കണം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സാധനത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. ഒരു സേവനത്തെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. സർ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഓക്കെ, കാശ്മീരിൽ മുളകുണ്ട്. അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ കേരളത്തിൽ ഇരിക്കുന്നത് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ കാശ്മീരി ചില്ലി എവിടെ എത്തണം? കേരളത്തിൽ എത്തണം. കാശ്മീർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരറ്റത്താണ്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വേറെ അറ്റത്താണ്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ചില്ലി എത്തണമെങ്കിൽ ഒന്നെങ്കിൽ റോഡിലൂടെ വരാം. അപ്പൊ റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയാണ്, റോഡില്ല എന്ന് വിചാരിക്കൂ. എങ്ങനെയാ ചില്ലി എവിടെ എത്തുക? ഓക്കെ, 2 നമുക്ക് എന്തിലൂടെ എത്തിക്കാം? റെയിൽവേയുടെ എത്തിക്കാം. അപ്പൊ റെയിൽവേ ട്രാക്ക് ഇല്ല, റെയിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല, റെയിൽ എന്താണ് ഭയങ്കര സ്ലോയിലാണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യുക? ഒരു സെക്കൻഡ്. അപ്പൊ എന്താ ചെയ്യുക? പ്രശ്നമായില്ലേ? ഓക്കെ, അപ്പൊ ഇഷ്യൂ ആയില്ലേ? കറക്റ്റ്. ഇനി നമുക്ക് എന്ത് വേണം? എയർപോർട്ടിലൂടെ എത്തിക്കണം. സർ ചില്ലി എന്തിനാ എയർപോർട്ടിലൂടെ എത്തിക്കുന്നത്? പെട്ടെന്ന് ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ, അതിലെന്ത് വന്നു? എയർപോർട്ട് കണക്ഷൻ വേണം. ഇനി കാശ്മീരി ആപ്പിൾ ആണ് ഇവിടെ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കാശ്മീരി ആപ്പിൾ ഒരു 15 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കേടുവരാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് അവർ എത്തിക്കണം. അപ്പൊ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആക്ച്വലി എയർ ഫെസിലിറ്റി വേണം. അപ്പൊ നമുക്ക് നല്ല നല്ല എയർപോർട്ട് വേണ്ടേ? നല്ല നല്ല റോഡ് വേണ്ടേ? നല്ല നല്ല എന്ത് വേണ്ട? ആക്ച്വലി റെയിൽവേ കണക്ടിവിറ്റി വേണ്ടേ? ഇതെല്ലാം സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത കാര്യം, ഒരു സേവനമുണ്ട്. സർ സേവനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് UPSC പ്രിപ്പയർ ആവാൻ താല്പര്യം. ഏറ്റവും നല്ല കോച്ചിങ് ക്ലാസ്സസ് ഡൽഹിയിലാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഡൽഹിയിൽ പോയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെ ക്ലാസ് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നു. അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 4G 5G കണക്ടിവിറ്റി വേണ്ടേ? ഓക്കെ, നിങ്ങളുടെ വീടുള്ളത് വില്ലേജിലാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ അവിടെ ടവർ ഉണ്ടാക്കണ്ടേ? ഓക്കെ, നിങ്ങളുടെ എന്താ പറയാ, വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ. ഓക്കെ, ആദ്യം നെറ്റ്വർക്ക് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണ്ടേ? ഓക്കെ അല്ലെ? കയ്യിൽ ഒരു മൊബൈൽ ഫോൺ, അതിൽ നല്ല കണക്ടിവിറ്റി, ട്രാൻസ്മിഷൻ സ്പീഡ്, ഇതെല്ലാം വേണ്ടേ? അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് സേവനത്തിലുള്ള എന്താണ് ആക്ച്വലി ഡെവലപ്മെന്റ്. അപ്പൊ 2 കാര്യമുണ്ട്. ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? ആ ആപ്പിളോ അല്ലെങ്കിൽ ചില്ലിയോ കയ്യിലുണ്ടാവും. സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ പരിപാടിയാണ്. ഈ ക്ലാസ് എല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഓക്കെ എന്താണെന്ന് പഠിച്ചെന്നുള്ളത് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. 5 കിലോ ആണോ 10 കിലോ ആണോ എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒന്ന് കിട്ടിയ പോലെ ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സേവനം. അപ്പൊ PM ഗതിശക്തി ഉദ്ദേശിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? സാധനവും സേവനവും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം? എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ആക്ച്വലി ഇന്ത്യൻ എക്കണോമി എന്ത് ചെയ്യും? വളരുന്നതായിരിക്കും.
അങ്ങനെ ഇന്ത്യൻ എക്കണോമി വളർന്ന എന്താവും, ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഒന്നായിട്ട് മാറും. അമേരിക്ക കൂടി എന്ത് ചെയ്യും, കടത്തി വെട്ടും. സാർ ഇതൊക്കെ നടക്കുമോ? ഓക്കെ, നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനിന്റെ പേരാണ് PM ഗതിശക്തി. 2025 സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുതിയ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-ഓളം കിലോമീറ്റർ പുതിയ റോഡ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 200 പുതിയ എയർപോർട്ട്, ഓക്കെ, പുതിയ ഹെലിപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ സിനിമയിൽ കണ്ടുണ്ടാവില്ലേ, വലിയ വലിയ ആളുകളൊക്കെ എന്ത് ചെയ്യും, ഹെലികോപ്റ്ററിൽ വരും, അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പുതിയ ഹെലിപോർട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കും. അങ്ങനെ 200 പുതിയ ഹെലിപോർട്ട്. വാട്ടർ എയറോഡ്രോംസ്, ഇപ്പൊ ചിലർക്ക് ഇറങ്ങേണ്ടത് വെള്ളത്തിലാണെന്ന് വിചാരിക്കും. അത് സാർ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങുന്നത് അവർ കരയിൽ ഇറങ്ങിയാൽ പോരെ, എന്തിനാ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമുള്ളത്? അവർക്ക് പെട്ടെന്ന് കണക്ടിവിറ്റി കിട്ടാൻ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലാണ് വന്നിരിക്കുന്നത്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ബോൾഗാട്ടി പാലസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ടൈം ആവും. ബോൾഗാട്ടി പാലസിന് തൊട്ട് മുമ്പിൽ എന്താണ്, വെള്ളമാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആക്ച്വലി അവിടെ വന്ന് ഇറങ്ങുന്നു, എന്നിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് ട്രാവൽ ചെയ്ത് എന്തായി, ബോൾഗാട്ടി പാലസ് ആയി, എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഇറക്കാൻ പറ്റിയ ബെറ്റർ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടൂറിസം ഡെവലപ്പ് ആവില്ലേ? ഓക്കെ, നമ്മുടെ കേരളവും ഇതേപോലെ ഹെലിപാഡും വാട്ടർ എന്താ പറയാ എയറോഡ്രോംസ് ഒക്കെ ചെയ്യുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അങ്ങനെ എത്ര ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 200 എണ്ണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേ ട്രാൻസ്പോർട്ട് കാർഗോയിൽ അതിന്റെ കപ്പാസിറ്റി 2025 ആകുമ്പോഴേക്ക്, അതായത് 2021 നടന്നുകൊണ്ടിരിക്കുകയാണ്, 2025 ആകുമ്പോഴേക്ക് 1600 ടൺ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്, അതായത് കണക്ടിവിറ്റി വേണ്ടേ? ഓക്കെ അല്ലെ? ഇവിടെ നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരാൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പ്രശ്നമായില്ലേ? കറക്റ്റ് ആയിട്ട് കേൾക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ആ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് എന്താണ് ആക്ച്വലി 4,54,200 4,54,200 സർക്യൂട്ട് കിലോമീറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. റിന്യൂവബിൾ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നിന്റെ പേര് റിന്യൂവബിൾ എനർജി, രണ്ടാമത്തിന്റെ പേര് നോൺ റിന്യൂവബിൾ എനർജി. എന്താണ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൂര്യപ്രകാശത്ത് നമ്മൾ ഒരു എനർജി ഉണ്ടാക്കി, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം പെട്രോൾ കത്തിച്ചു, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പെട്രോൾ കഴിഞ്ഞു, ഇനി പുതിയ പെട്രോൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇറിന്യൂവബിൾ എനർജി. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റിന്ന് വരുന്നത്, അതേപോലെ എന്താണ് ആക്ച്വലി സൂര്യപ്രകാശത്ത് വരുന്നത്, തിരമാലയിൽ വരുന്നത്, അങ്ങനെയുള്ളതൊക്കെ എന്ത് വിളിക്കും, റിന്യൂവബിൾ എനർജി എന്നാണ് വിളിക്കും. അത് ഫിനാൻഷ്യൽ 2025 ആകുമ്പോഴേക്ക് 225 ഗിഗാവാട്ട്സ് GB നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 4G കണക്ടിവിറ്റി 2022 ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 20 മെഗാ ഫുഡ് പാർക്സ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതോടുകൂടി വില്ലേജ് എന്ത് കിട്ടും, 4G കിട്ടുന്നതായിരിക്കും. സാർ ഇപ്പൊ 5Gയുടെ കാലഘട്ടമാണ് മക്കളെ. PM ഗതിശക്തി എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ PM ഗതിശക്തി 2025 വർക്ക് ചെയ്യും, 2026 വർക്ക് ചെയ്യും. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയർ വരുന്ന സാധനമാണോ? അതെ സാർ. അപ്പൊ PM ഗതിശക്തി എപ്പോഴാണ് വന്നത്? 2021. സാർ 2021 വന്നൊരു കാര്യം എങ്ങനെ കറണ്ട് അഫയർ ആവുക? ഓക്കെ, എന്റെ മക്കളെ, ഈ PM ഗതിശക്തി എന്ന് പറയുന്നത് 2021 വന്നിട്ട് 2022 തീരുന്ന ഒരു പരിപാടിയല്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2025 എൻഡ് വരെ പ്ലാൻ ചെയ്തതിനു ശേഷം 2026, 27, 28 എന്ന് പറഞ്ഞ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സാർ ഏത് വർഷം വരെ ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്? 2047 വരെ ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2047 എന്താ സംഭവിക്കുക? ഇന്ത്യ പുതിയ ഇന്ത്യ ആവോ? യെസ്, ഇന്ത്യ 2.0 ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ 2047 വരെ കറണ്ട് അഫയർ ആണോ സാർ? അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2047 വരെ കറണ്ട് അഫയർ ആണ്. ഓക്കെ, അത്രയും കാലം ആരും PS ചെയ്താൽ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ? ഇല്ല. നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്ത് പോകാനല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ PM ഗതിശക്തി നന്നായിട്ട് പഠിക്കുക, എക്സാം ക്ലിയർ ചെയ്യുക, മാർക്ക് കിട്ടുക, എന്ത് ചെയ്യുക, പോവുക. വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ കാണാൻ എന്ത് ചെയ്യരുത്, ഇടവരുത്തരുത്. ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ 2021 നടത്തിയ ഒരു പ്രോഗ്രാമാണ് PM ഗതിശക്തി. ഇതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഉണ്ടാവുന്ന എന്താണ്, ഡെവലപ്മെന്റ് ഉള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഒരു പ്രത്യേക വിഷയത്തിലല്ല,
റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, റെയിൽവേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എയർപോർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതേപോലെ കമ്മ്യൂണിക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, നെറ്റ്വർക്ക് സർവീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഓക്കെ, കാർഗോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, സേവനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ പ്രോഗ്രാമിന്റെ പേരാണ് PM ഗതിശക്തി. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എക്സാക്ട്ലി എന്താണ് PM ഗതിശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 ഒക്ടോബർ 13 ഗതിശക്തിയുടെ ദേശീയ മാസ്റ്റർ പ്ലാൻ ഇനോഗ്രേഷൻ ചെയ്യുന്നതിലൂടെയാണ് എന്ത് വന്ന ആക്ച്വലി ഈ പരിപാടി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ പരിപാടി എന്താന്ന് നോക്കാം. നമ്മൾക്ക് അതിനുവേണ്ടി മനസ്സിലാക്കേണ്ടത്, നമുക്ക് കേരളത്തിലെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ. കേരളത്തില് റോഡ് വികസന മന്ത്രിയില്ലേ ഉണ്ട്. ഓക്കെ, കേരളത്തിന് വേണ്ട, കേരളത്തിൽ റെയിൽവേ മന്ത്രി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യയിൽ റോഡ് വികസന മന്ത്രി ഇല്ലേ ഉണ്ട്. ഇന്ത്യയിൽ റെയിൽവേക്ക് മന്ത്രി ഇല്ലേ ഉണ്ട്. ഇന്ത്യക്ക് റോഡും റെയിൽവേയും വികസിപ്പിക്കാനും പൈസ വേണം, അതിന് ഫിനാൻസ് മന്ത്രി ഇല്ലേ ഉണ്ട്. ഓക്കെ, അപ്പൊ PM ഗതിശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോഗ്രാം ആണോ? അല്ല. PM ഗതിശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുമിച്ച് വന്ന് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. സാർ മനസ്സിലായില്ല. ഒരു റോഡ് വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ചിലപ്പോൾ കുടിയൊഴിപ്പിക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു റോഡ് വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു പുഴയുടെ മുകളിലൂടെ എന്ത് ചെയ്യേണ്ടി വരും, എന്താ പറയുക, റോഡ് ഉണ്ടാക്കേണ്ടി വരും, പാലം ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തണ്ണീർത്തടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബയോസ്ഫിയർ റിസർവോ ചിലപ്പോൾ പ്രശ്നത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻവയോൺമെന്റിന്റെ ആളിനെ ഇതിൽ ഉൾപ്പെടുത്തണ്ടേ? ഓക്കെ അല്ലെ? ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ അവർ കോടതിയിൽ പോകാനുള്ള സാധ്യതയില്ലേ? അപ്പൊ നിയമമന്ത്രി ഇതിനെ ഒഴിപ്പിക്കണ്ടേ? കോമ്പൻസേഷൻ കൊടുക്കണ്ടേ ആളുകൾക്ക്? അപ്പൊ ഫിനാൻസ് മിനിസ്റ്റർ വേണ്ടേ? അപ്പൊ എന്റെ ചോദ്യം, ഈ പരിപാടി ഒരാള് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണോ? അല്ല. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് PM ഗതിശക്തി ചെയ്യൂന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു പരിപാടിയല്ല എന്താ പറയാ PM ഗതിശക്തി എന്ന് പറയുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്യുന്നതാണ്. സാറേ, എത്രയാണ് ഈ ഒരുപാട് പേര്? 16 മന്ത്രാലയങ്ങളാണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെന്ററിലെ, കേന്ദ്രത്തിലെ 16 മന്ത്രാലയങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട്, സാർ എക്സാമ്പിൾ ഏതൊക്കെയാ? റെയിൽവേ ഉണ്ട്, റോഡ്വേസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, കൃഷി മന്ത്രാലയം ഉണ്ട്, എൻവയോൺമെന്റൽ മിനിസ്ട്രി ഉണ്ട്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് ഓക്കെ ഇന്ത്യക്ക് ഒരു അടിസ്ഥാന സൗകര്യ വികസനവും ഒരു കണക്ടിവിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് PM ഗതിശക്തി. സാർ, ലാസ്റ്റ് പറഞ്ഞത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ചെയ്യാം. റെയിൽവേ മന്ത്രാലയം റെയിൽവേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും, കറക്റ്റ്. റോഡ്വേ മന്ത്രാലയം റോഡ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലെ? പോർട്ട് മന്ത്രാലയം പോർട്ട് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. എയർവേ മന്ത്രാലയം എയർപോർട്ട് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലെ? അവർ എത്ര ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ഒരാൾക്ക് ഒരുമിച്ച് അറിയണമെങ്കിൽ ആ ഡാറ്റ മുഴുവൻ ഒരു സിംഗിൾ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? തീർന്നു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് PM ഗതിശക്തി നാഷണൽ പ്രോഗ്രാം പ്ലാറ്റ്ഫോം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അത് പുള്ളി ഓപ്പൺ ചെയ്തു. പുള്ളി ഓപ്പൺ ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഓക്കെ, പുതിയ റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ റോഡ്വേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്ര ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ചെയ്തിട്ടില്ലെങ്കിൽ മോദി എന്ത് ചോദിക്കും? ഓക്കെ, എന്താ മക്കളെ ചെയ്യാത്ത, നിങ്ങൾ എന്താ പഠിക്കാത്ത, മടിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ പേരാണ് PM ഗതിശക്തി. അപ്പൊ സാറ് നന്നായിട്ട് മനസ്സിലാക്കുക, ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഇതെല്ലാവരും എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് അവർക്ക് വർക്ക് കൊടുക്കുന്നു. ഓക്കെ, വർക്ക് അവരെന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അവർ വർക്ക് ചെയ്തോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോമിൽ എഴുതി വെക്കുന്നു. ആ എഴുതി വെച്ച് ആര് നോക്കുന്നു? പ്രധാനമന്ത്രി നോക്കുന്നു. നോക്കിയതിനു ശേഷം ചെയ്തെങ്കിൽ കൈയടിക്കുന്നു, ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇതാണ് പരിപാടി. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു കലോത്സവം നടത്താൻ വേണ്ടി പോവാണ്. ഒറ്റയ്ക്ക് ഒരാള് അതിന്റെ കലോത്സവത്തിന്റെ ചെയർമാൻ ആയിരുന്നുകൊണ്ട് കലോത്സവം നടക്കില്ല.
അതിന് ഫിനാൻസ് കമ്മിറ്റി വേണം പൈസക്ക്, പ്രോഗ്രാം കമ്മിറ്റി വേണം പരിപാടി നന്നായി നടക്കാൻ വേണ്ടിയിട്ട്, ഓർഗനൈസിംഗ് കമ്മിറ്റി വേണം സ്റ്റേജിലും ജഡ്ജസും വരാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫുഡ് കമ്മിറ്റി വേണം അവർക്ക് എന്ത് കിട്ടാൻ, ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരെല്ലാവരും കറക്റ്റായി വർക്ക് ചെയ്യുന്നുള്ളത് ഓരോ പ്രാവശ്യം ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ കോളേജിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെബ്സൈറ്റിൽ ഇന്ന് ഫുഡ് കമ്മിറ്റി എന്ത് ചെയ്തു, എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കറക്റ്റ് ആണോ, എത്ര എന്തുണ്ടായിരുന്നു, എത്ര കറി ഉണ്ടായിരുന്നു, സാമ്പാറും ഇതും എത്ര ചോറ് പോയിട്ടുണ്ട്, എത്ര പേർക്ക് തികഞ്ഞില്ല എന്ന ഡാറ്റ അവിടെ തന്നെ ഇടുവാണെങ്കിൽ കൺവീനർക്ക് ഇരുന്ന ഇടത്ത് നിന്ന് കലോത്സവം നന്നായി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് PM ഗതിശക്തി. എന്നിട്ട് കലോത്സവത്തിന്റെ കൺവീനർ പറയും ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും, ടീം ഉണ്ടാവും. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയും എന്ത്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, പോകൂ, ഓക്കെ, എന്ത് ചിനാബിൽ പാലം ഉണ്ടാക്കൂ, പോകൂ, അഞ്ചിഗഡിൽ പാലം ഉണ്ടാക്കൂ, ഓക്കെ അല്ലെ, എയർപോർട്ട് പോരാ, കൊടുക്ക് കേരളത്തിന്, ശബരിമല ഒരു എയർപോർട്ട് എന്താ പറയാ, ഇനി അടുത്ത എയർപോർട്ട് വേണമെങ്കിൽ അവിടെ, തമിഴ്നാട്ടിൽ 2 എയർപോർട്ട് അങ്ങോട്ട് കൊടുത്തോ, ഓക്കെ അല്ലെ, UP എയർപോർട്ട് എന്ത് ചെയ്യുക, എയർപോർട്ടിന്റെ ഹബ്ബ് ഉണ്ടാക്കുക, ഗുജറാത്തിൽ പുതിയൊരു എയർപോർട്ട് സോൺ ഉണ്ടാക്കുക, ഗുജറാത്തിൽ പുതിയ പോർട്ടിന് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. പറഞ്ഞ കാര്യം നടന്നോന്ന് അറിയണ്ടേ, എങ്കിൽ പ്രധാനമന്ത്രി എവിടെ നോക്കും, PM ഗതിശക്തി പ്രോഗ്രാമിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നോക്കും. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നില്ലേ, ഇതിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, കണക്ടിവിറ്റി, ലോജിസ്റ്റിക്സ്, ഒക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമിന്റെ പേരാണ് PM ഗതിശക്തി. എത്ര മന്ത്രാലയം ഒരുമിച്ച് വന്നിട്ടുണ്ട്, 16 മന്ത്രാലയങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ, ഈ PM ഗതിശക്തിക്ക് 7 എഞ്ചിൻ ഉണ്ട്. എന്താ സാറേ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത്, ഓക്കെ, വല്ല വണ്ടിയാണോ? മൊത്തത്തിൽ നമ്മൾ വണ്ടിയും ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓക്കെ അല്ലേ. അപ്പൊ PM ഗതിശക്തിയിൽ എന്തൊക്കെ നമ്മൾ നോക്കുക, എഞ്ചിൻ നമ്പർ 1 റോഡ്, ഓക്കെ അല്ലേ, അപ്പൊ ലോറിയുടെ എഞ്ചിൻ വേണം. എഞ്ചിൻ നമ്പർ 2 എയർപോർട്ട്സ്, ഓക്കെ, അപ്പൊ എന്ത് വേണം, വിമാനത്തിന്റെ എഞ്ചിൻ വേണം. എഞ്ചിൻ നമ്പർ 2 മാസ് ട്രാൻസ്പോർട്ട്, ഓക്കെ, അതായത് നമ്മുടെ ബസ്, എല്ലാവരും കയറുന്ന ബസ്, ഓക്കെ, പിന്നെന്താണ് വല്ല ടൂറിസ്റ്റ് കാര്യത്തിന് പോകണമെങ്കിൽ അത്, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഓക്കെ, സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വലിയ വലിയ കണ്ടെയ്നർ ഫെസിലിറ്റീസ്, അതിനുള്ള എഞ്ചിൻ വേണം. ഓക്കെ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇവരെല്ലാം പോകണമെങ്കിൽ എന്ത് വേണം, ആക്ച്വലി നല്ല കണക്ടിവിറ്റി വേണം, ഇതെല്ലാം ഉണ്ടാക്കണ്ടേ. ഓക്കെ, അപ്പോ ചില സമയത്ത് പോകുമ്പോ ഇവിടെ നിന്ന് കാശ്മീർ വരെ പോവുകയാണ്, ഒരു ലോറിയിൽ പോകാൻ പറ്റില്ല, അപ്പൊ ഇടയ്ക്ക് വിശ്രമിക്കണ്ടേ, വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് ലോറി മാറണ്ടേ, ചിലപ്പോൾ ലോറിയുടെ എഞ്ചിൻ അത്രേ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം, ലോജിസ്റ്റിക് കണക്ടിവിറ്റി ഹബ്ബ് വേണം. ഓക്കെ സാർ, എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കൂ, അങ്ങനെയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ ഗുരുവായൂർ പോയിട്ട് പിന്നെ ഒറ്റ ട്രിപ്പിൽ തിരിച്ചു വരാൻ ശരിയല്ലല്ലോ, ഇടയ്ക്കൊന്ന് നിർത്തി, ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി എന്നിട്ടല്ലേ പോകുള്ളൂ. ആ ഇടയ്ക്കൊന്ന് നിർത്തിയില്ലേ, അതിന്റെ പേരാണ് ലോജിസ്റ്റിക് ഹബ്ബ്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ഓക്കെ അല്ലെ. അപ്പൊ ആ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ഓക്കെ, റെയിൽവേ ആണ് അടുത്ത എഞ്ചിൻ, പോർട്ട് വേണം, വാട്ടർ വേസ് വേണം. അപ്പോൾ നമ്മുടെ കേരള ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ നമ്മൾ കറണ്ട് അഫയർ പഠിക്കാൻ പോകുന്നത് എന്താ, കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ, ഇവിടെ ആകുമ്പോൾ ഡൽഹി മെട്രോ ഒക്കെ ഓൾറെഡി വന്നതുകൊണ്ട് നമുക്ക് കറണ്ട് അഫയർ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, വാട്ടർ വേയിൽ എന്ത് ചെയ്യുക, എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര എഞ്ചിൻ ഉണ്ട് സുഹൃത്തുക്കളെ, 7 എണ്ണം. ഓക്കെ, എഞ്ചിൻ നമ്പർ 1 റോഡ്, എഞ്ചിൻ നമ്പർ 2 എയർപോർട്ട്, എഞ്ചിൻ നമ്പർ 3 മാസ് ട്രാൻസ്പോർട്ടേഷൻ, എഞ്ചിൻ നമ്പർ 4 ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, എഞ്ചിൻ നമ്പർ 5 റെയിൽവേസ്, എഞ്ചിൻ നമ്പർ 6 പോർട്ട്, ഓക്കെ, എഞ്ചിൻ നമ്പർ 7 വാട്ടർ വേസ്. അപ്പൊ എല്ലാ സംഭവവും കൈകാര്യം ചെയ്തില്ലേ. ഓക്കെ, ഇതന്നെയല്ലേ നമ്മുടെ സിലബസിൽ എഴുതി വെച്ചിരിക്കുന്നത്, റോഡ്, റെയിൽ, വാട്ടർ, എയർ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അതന്നെ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ, അതിന്റെ പേരാണ് PM ഗതിശക്തി. അപ്പൊ എത്ര എഞ്ചിൻ ഉണ്ട്, 7. എന്റെ ചോദ്യം, റോഡ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ലേ, മക്കൾ ഒരുപാട് ഒരു ജോലി ഉണ്ടാവുമല്ലോ. ഓക്കെ, എയർപോർട്ട് ഉണ്ടാക്കണമെങ്കിൽ ജോലി കിട്ടില്ലേ, എയർപോർട്ട് ഉണ്ടാക്കി അതിനുള്ളിൽ ജോലി കിട്ടില്ലേ, റെയിൽവേയിൽ ജോലി കിട്ടില്ലേ, പോർട്ടിൽ ജോലി കിട്ടില്ലേ, വാട്ടർ വേയിൽ ജോലി കിട്ടില്ലേ, ലോജിസ്റ്റിക്സ് പഠിച്ച ആളുകൾക്ക് ജോലി കിട്ടില്ലേ, ചെറിയ ചെറിയ വർക്കേഴ്സിന് ജോലി കിട്ടില്ലേ. ഇതിലെല്ലാത്തിലും വരുന്ന ആളുകൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടുള്ള തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ PM ഗതിശക്തി വളരുന്നതിലൂടെ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമിന് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, യെസ് വരും, നടക്കും എന്നെന്ത് ചെയ്യണം, പറയേണ്ട കാര്യമുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആയ, ഡൺ അല്ലേ, ഫൈൻ. അപ്പൊ എത്ര എഞ്ചിൻ ഉണ്ട്, 7. ഇനി ഇതിന് 6 പില്ലേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സാർ 6 പില്ലേഴ്സ്? ഒന്ന് ഡൈനാമിക് ആണ്.
ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ 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 പോവാ, അല്ല പെട്ടെന്ന് നടക്കണം. ഓക്കെ, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യയെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, ട്രാൻസ്പോർട്ടേഷനിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ, ലോജിസ്റ്റിക്കിൽ എന്താക്കുക, നമ്പർ 1 ആക്കുക. ഓക്കെ, അടുത്തത് എന്താണ്, അനലിറ്റിക്കൽ. ഓക്കെ, അനലിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ഓരോരുത്തരും ഡാറ്റ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, എത്ര പേര് എത്ര ചെയ്തു എന്നറിയാം, അനാലിസിസ് അറിയാം, ഇനി എവിടെ വേണ്ടെന്ന് അറിയാം, അങ്ങനെ ആയിരിക്കും. അടുത്തത് എന്താണ്, സിങ്ക്രണൈസേഷൻ. 16 മന്ത്രാലയം ഉണ്ട്, എല്ലാവരും കൂടി എന്താണ് വിവിധ പരിപാടികൾ ചെയ്യല്ല, എല്ലാവരും കൂടി ഒറ്റ ലക്ഷ്യം എന്താ, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കണം, ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് വർദ്ധിപ്പിക്കണം, ഇന്ത്യയുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക് തന്നിട്ടുണ്ട്. ആ ടാസ്കിലായിരിക്കും ഈ 16 പേരും എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒരേപോലെ സിങ്ക്രണൈസ് ആയിട്ട്, ഓക്കെ അല്ലെ, ഒരു പാട്ട് പാടുന്ന പോലെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരു തിരമാല വരുന്ന പോലെ എന്ത് ചെയ്യുന്നതായിരിക്കും, പണിയെടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്പർ 1 എന്താ, ഡൈനാമിക്. നമ്പർ 2 എന്താ, അനലിറ്റിക്കൽ. നമ്പർ 3 എന്താ, സിങ്ക്രണൈസേഷൻ. നമ്പർ 4 എന്താ, കോംപ്രിഹെൻസീവ്നെസ്. ഓക്കെ, കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഒരു പോർട്ടൽ, ഒറ്റ പോർട്ടൽ, ഇന്ത്യയുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും, ഓക്കെ, എവിടെ എന്തുണ്ടായി, ടെലികോം സർവീസ് ഉണ്ടായി, എവിടെ എന്തുണ്ടായി, 5G വന്നു, എവിടെ എന്തുണ്ടായി, 4G വന്നു, എല്ലാ കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അറിയുന്നതായിരിക്കും, ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലെ. നെക്സ്റ്റ് സംഭവത്തിന്റെ പേരാണ് പ്രയോറിറ്റൈസേഷൻ. അടുത്തതിന്റെ പേരാണ് എന്ത്, പ്രയോറിറ്റൈസേഷൻ. എന്ത് ആദ്യം ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, പ്ലാൻ ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ചാണ് ചെയ്യുക. ഇപ്പൊ തന്നെ ശബരിമല പ്രൊജക്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷേ ഓക്കെ, ചിനാബ് പാലം ഇപ്പൊ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ത്യയുടെ എന്തിനുള്ള പ്രശ്നം വരും, പ്രതിരോധത്തിന് തന്നെ, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഇഷ്യൂ വരും. അപ്പൊ ആദ്യം നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യും, ചിനാബില്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏത് ഫോക്കസ് ചെയ്യും, പാമ്പനില്. എന്നിട്ട് നമ്മൾ ഏത് ഫോക്കസ് ചെയ്യുള്ളൂ, ശബരിമലയിൽ. ഇനി എയർപോർട്ടിൽ ശബരിമല ആദ്യം വരണോ അതോ UP-യിലെ എയർപോർട്ട് വരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഓൾറെഡി 3 എയർപോർട്ട് ഉണ്ട്. ഓക്കെ അല്ലെ, കൊച്ചി ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, 3 അല്ല 4 ഉണ്ട്, കണ്ണൂർ ഉണ്ട്. ഓക്കെ, 4 എയർപോർട്ട് ഉണ്ട്. ഇനി ഒരു 5ാമത് എയർപോർട്ട് വന്നില്ലെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടും UP ഒരു പഴയ എന്താ പറയാ കുറച്ച് ഡെവലപ്മെന്റ് കുറവുള്ള രാജ്യമല്ല, സംസ്ഥാനമായതുകൊണ്ടും ഓക്കെ അവിടെ നമ്മൾ കൂടുതൽ എയർപോർട്ടിന് എന്ത് ചെയ്യുന്നതായിരിക്കും, ശ്രമിക്കുന്നതായിരിക്കും. പ്രയോറിറ്റൈസേഷൻ. അടുത്താണ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കൃത്യസമയത്ത് സാധനം എത്തുന്നു. ഇതൊരു വലിയ സംഭവമല്ലേ. അതെ സാർ, മനസ്സിലായില്ല. നിങ്ങൾക്കിപ്പോ വേണ്ടത് ആശീർവാദ് ആട്ടയാണ്. നിങ്ങൾ തൊട്ടടുത്ത കൗണ്ടറിൽ പോകുന്നു, അവിടെ ആശീർവാദ് ആട്ട ഇല്ല. ഓക്കെ, നിങ്ങൾ നിരാശരായില്ലേ. അപ്പൊ നിരാശനായി വിഷണ്ണനായി നിങ്ങൾ ഇരിക്കുന്നതിന് പകരം ഓക്കെ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ആശീർവാദ് ആട്ട കിട്ടും. ആശീർവാദ് ആട്ടയുടെ എക്സാമ്പിൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ നെറ്റ് കണക്ടിവിറ്റി പോയി. ഓക്കെ, ഒരു 3 മണിക്കൂറായിട്ട് നിങ്ങൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. സോഷ്യൽ മീഡിയ എടുക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് കാണാൻ പറ്റുന്നില്ല, മൂവീസ് കാണാൻ പറ്റുന്നില്ല, റീൽസ് എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ജീവിതം പോയില്ലേ. ഇപ്പൊ നിരാശനായി വിഷണ്ണനായി ഇരുന്നില്ലേ. അതെ, ഓക്കെ, അങ്ങനെ ഇരിക്കേണ്ടി വരില്ല. എന്ത് കിട്ടും, എല്ലാം ഒപ്റ്റിമൈസ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് വരെ എന്ത് വരുന്നതായിരിക്കും, നമ്മുടെ എന്താ പറയാ ടെലികോം ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സാറേ ഇതൊക്കെ നടന്നു എന്നാണോ സാറ് പറയുന്നത്, ഇതൊക്കെ എപ്പ നടക്കാനാ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ. അപ്പൊ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ അല്ലെ. 2021 തുടങ്ങുന്നു, 2025 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. 21, 22, 23, 24, 25 ഒരു പഞ്ചവത്സര പദ്ധതി പോലെയാണ് ഇത്. സാർ 5 വർഷം കൊണ്ട് നിൽക്കുമോ, ഒരിക്കലും നിൽക്കില്ല. ഇത് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PM ഗതിശക്തി എന്താണ്, ഒരു കറണ്ട് അഫയർ ആണ്. പുതിയ ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ റോഡെല്ലാം റെഡി ആയിട്ടുണ്ടാ, നിങ്ങൾ തന്നെ പറ. ഓക്കെ അല്ലെ. എയർപോർട്ട് എല്ലാം ഓക്കെ ആണോ, അല്ലല്ലോ. അപ്പൊ ഇത് കറണ്ട് അഫയറിൽ എന്താണ്, വന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. അടുത്ത എക്സാമിനും വരും. എനിക്ക് ആകെ പറയാനുള്ളത്, ഇനി ഒരു എക്സാമേ നിങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് കിട്ടണം, ജോലി കിട്ടണം. അതുകൊണ്ട് അടുത്തടുത്ത എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിന്യൂസ് ആയി കാണാൻ നിൽക്കാതെ എന്ത് ചെയ്യുക, നേരിട്ട് പഠിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അതെ, അപ്പൊ 6 പില്ലേഴ്സ് ഓക്കെ ആയില്ലേ. ഏതൊക്കെയാണ് 6 പില്ലേഴ്സ്, എന്റെ കൂടെ പറഞ്ഞേ. ഓക്കെ, 1 ഡൈനാമിക്,
2 അനലിറ്റിക്കൽ, 3 സിങ്ക്രണൈസേഷൻ, 4 കോംപ്രിഹെൻസീവ്നെസ്, 5 പ്രയോറിറ്റൈസേഷൻ, 6 എന്താ ഒപ്റ്റിമൈസേഷൻ. ഇത്രയും കാര്യം ഓക്കെയാണോ? അതെ. എത്ര എഞ്ചിൻ ഉണ്ട്? 7. എന്തിന്റെയൊക്കെ എഞ്ചിനാ? റോഡ്, എയർപോർട്ട്, മാസ് ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, പോർട്സ് ആൻഡ് വാട്ടർവേസ്. ഇത്രയും എന്തുണ്ട്? എഞ്ചിൻ ഉണ്ട്. ഓക്കെ. ഇതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ബിസിനസ്സുകൾ എന്താവും? കൂടുതൽ ഡെവലപ്പ് ആവും, കണക്ടിവിറ്റി മെച്ചപ്പെടും. ഓക്കെ അല്ലെ? ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ വരും, ഫാർമസ്യൂട്ടിക്കൽ ക്ലസ്റ്റർ വരും, പ്രതിരോധ ഇടനാഴി ഉണ്ടാവും, ഇലക്ട്രോണിക് പാർക്ക് ഉണ്ടാവും, വ്യവസായ ഇടനാഴി ഉണ്ടാവും, മത്സ്യബന്ധന ക്ലസ്റ്റർ ഉണ്ടാവും, കാർഷിക മേഖല ഉണ്ടാവും. അങ്ങനെ സാമ്പത്തിക മേഖല എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ, ഇന്ന് എക്സാമ്പിൾ പറയാമോ? എന്നെ മക്കളെ, നമ്മളിപ്പോ എന്താണ് ഒരു ട്രിപ്പ് പോവാന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മള് എങ്ങോട്ടാ ഇപ്പൊ പോവാ? ബാംഗ്ലൂരോട്ട് പോവാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബാംഗ്ലൂരോട്ട് പോകുന്ന ഒരു പ്രത്യേക വഴിയാണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഓക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? IT ഡെവലപ്മെന്റ് പാർക്കുമായി IT-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ? ഓക്കെ, അപ്പൊ ലോകത്തുള്ള ഏകദേശം എല്ലാ ലെവലിലുമുള്ള IT ആളുകളും ബാംഗ്ലൂരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനമില്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഓക്കെ ഒരു ഇലക്ട്രോണിക് പാർക്ക് അല്ലെങ്കിൽ ഒരു IT പാർക്ക് ക്രിയേറ്റ് ചെയ്തൂടെ? തിരിച്ച് നമ്മൾ പോകുന്നത് തിരുപ്പൂരിലാട്ടാണെന്ന് വിചാരിക്കൂ. തിരുപ്പൂർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസിന്റെ, അതായത് എന്താണ് ആക്ച്വലി തുണിത്തരങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യവസായം ഇടനാഴിയല്ലേ? അപ്പൊ അവിടെ നമുക്ക് ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ ഉണ്ടാക്കിക്കൂടെ? ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തിരുപ്പൂരിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാവിടേക്കും എന്ത് ചെയ്യുക? സാധനങ്ങൾ അപ്പോഴേക്ക് അപ്പൊ തന്നെ എത്തിക്കുക. അങ്ങനെ അപ്പോഴേക്ക് അപ്പൊ തന്നെ എത്തിച്ചാലുള്ള ഗുണം എന്താ? തിരുപ്പൂരിൽ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കും, അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടും. ഓക്കെ അല്ലെ? ഇവിടെയുള്ള ആളുകൾക്ക് സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ സ്വന്തം സാധനങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഇന്ത്യക്കാർ വാങ്ങുന്നതായിരിക്കും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ പണം നമ്മുടെ അവിടെ തന്നെ നിൽക്കും. ഇത് വിൽക്കുന്ന കടകൾ നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും കൂടുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ ആളുകൾക്ക് തന്നെ പൈസ, ആ പൈസ ഇവിടെ തന്നെ നിൽക്കുന്നു. ഗവൺമെന്റ് എന്താണ്? കൂടുതൽ ടാക്സ്, അവിടെ കൂടുതൽ കടകൾ തുടങ്ങുന്നു. അപ്പൊ അവർക്ക് എന്താണ്? ജോലി. ഓക്കെ, ഇനി ഇത് പോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണെന്ന് വിചാരിക്കൂ. അപ്പൊ മത്സ്യബന്ധന ക്ലസ്റ്റർ ആയില്ലേ? കൊച്ചി തൊട്ട് നമ്മൾ മുകളിലേക്ക് അങ്ങോട്ട് എന്ത് ചെയ്ത് കയറി 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 പോയി. ഓക്കെ, അപ്പൊ നമുക്കൊരു മത്സ്യബന്ധന ക്ലസ്റ്റർ കിട്ടിയില്ലേ? ഇനി ഒരു കാർഷിക മേഖല ഉണ്ടാക്കാൻ പറ്റില്ലേ? അത് ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിൽ, മരുന്നുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഗോവ മുതൽ എന്ത് ഇങ്ങോട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ ക്ലസ്റ്റർ കിട്ടിയില്ലേ? ഓക്കെ, ഒരു ഇലക്ട്രോണിക് പാർക്ക് ഉണ്ടായില്ലേ? വ്യവസായ ഇടനാഴി ഉണ്ടായില്ലേ? കണക്ടിവിറ്റി വന്നില്ലേ? അപ്പൊ ഒരു സാധനം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട എന്താണ്? ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ബെഞ്ച് ഉണ്ടാക്കലാണ്. അപ്പൊ ഇരുമ്പ് കിട്ടാനില്ല. അപ്പൊ നിങ്ങൾക്ക് ടാറ്റ സ്റ്റീലുമായിട്ട് നേരിട്ട് കണക്ടിവിറ്റി പ്രോപ്പർ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ഇവിടെ സ്റ്റീൽ കിട്ടുന്നതായിരിക്കും, ഇരുമ്പ് കിട്ടുന്നതായിരിക്കും, ഇങ്ങനത്തെ പരിപാടി കിട്ടുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് കാര്യം നടക്കില്ലേ? സാധനങ്ങൾ ഡെവലപ്പ് ആവില്ലേ? ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊല്ലങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ല. ഓക്കെ, പെട്ടെന്ന് സാധനം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും? കയ്യിൽ കിട്ടും. ഇന്ത്യ വികസിക്കുകയല്ല മക്കളെ. 2047 എന്തുണ്ടാവും? ഒരു പുതിയ ഇന്ത്യ ഉണ്ടാവും. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. ഓക്കെ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കാര്യവും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. തിരിച്ച് ഇങ്ങോട്ട് തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസ്കസ് ചെയ്യില്ല. 2047 പുതിയ ഇന്ത്യ ഉണ്ടാവുമോ, ഇതൊക്കെ നടക്കുന്നുണ്ടോ, അതല്ല നമ്മുടെ വിഷയം. ഓക്കെ, നമ്മുടെ വിഷയം എന്താ? PM ഗതിശക്തി നന്നായിട്ട് പഠിക്കുക, എക്സാമിന് എന്ത് ചെയ്യുക? മാർക്ക് വാങ്ങുക. ഇത്രയും കാര്യമൊക്കെയാണ്. അതെ, അപ്പൊ രാജ്യത്തുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും എന്ത് ചെയ്യും? പരസ്പരം ബന്ധിപ്പിക്കും. ആ ബന്ധിപ്പിക്കാൻ വേണ്ടി ബന്ധിപ്പിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യും? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും? മെച്ചപ്പെടുത്തുന്നതായിരിക്കും. ഒരു ദേശീയ പദ്ധതിയാണോ? അതെ. അപ്പൊ ഈ ദേശീയ പദ്ധതിയുടെ പേരെന്താ? PM ഗതിശക്തി എന്ന് വെച്ചാൽ എന്താ? പ്രധാനമന്ത്രി ഗതിശക്തി യോജന. ഇതിൽ എന്തൊക്കെയാ വരുന്നത്? റോഡ്, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, അങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വേഗത, എന്താ പറയാ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വേഗത്തിലാക്കില്ലേ? ആക്കും. ഇന്ത്യക്ക് അകത്ത് മാത്രമാണോ? അല്ല, ഇന്ത്യക്ക് പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? വികസിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അമേരിക്കയിലുള്ള ആളുമായിട്ട് സംസാരിക്കണമെങ്കിൽ കണക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നതോടെ നമ്മുടെ സാങ്കേതികത എന്ത് ചെയ്യും? വളരുന്നതായിരിക്കും. ഓ ഫൈൻ. അങ്ങനെയാണെങ്കിൽ PM പ്രധാനമന്ത്രി ഗതിശക്തി യോജനയുടെ ലക്ഷ്യങ്ങൾ എന്താ? നമ്പർ 1, ഒരു സംയോജന നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള
റെയിൽവേ, ജലപാത എന്ത് ചെയ്യുക, എല്ലാം ഉണ്ടാക്കുക. ഓക്കെ, കാര്യക്ഷമമായ രീതിയിൽ എന്ത് ചെയ്യുക, സാധനങ്ങൾ കൊണ്ടുപോവുക, ടൈം ലാഭിക്കുക, തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. ഓക്കെ, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിലും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ എന്ത് ചെയ്യുക, അടിസ്ഥാന ലക്ഷ്യ സൗകര്യങ്ങൾ ഒരുക്കുക. ഓക്കെ അല്ലെ. ഇനി റോഡും റെയിൽവേ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ മരവും വെട്ടിത്തെളിക്കരുത്. ഓക്കെ, റോഡ് ഉണ്ടായി 2 മഴ പെയ്തു, അപ്പോഴേക്കും എന്ത് ചെയ്യരുത്, റോഡ് കുണ്ടാവരുത്. ഓക്കെ, എല്ലാ കാലാവസ്ഥയിലും എന്ത് ചെയ്യണം, റോഡ് നിൽക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക വളർച്ച വേണോ, വേണം. സുസ്ഥിര വികസനം വേണോ, വേണം. എന്താ സുസ്ഥിര വികസനം? പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വികസനം നടത്തുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് എന്ത്, പ്രധാനമന്ത്രി ഗതിശക്തി യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്തോ? ക്വസ്റ്റ്യൻ എവിടെ നിന്നാ? CPO 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ല, ക്വസ്റ്റ്യൻ 2022-23 ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? അപ്പൊ സാർ ഇത് 2022-23 എന്താ സാർ കറണ്ട് അഫയർ? എന്റെ മക്കളെ, ഇത് PM ഗതിശക്തി എന്ന് പറഞ്ഞത് 2025 വരെയുള്ള ഒരു പദ്ധതിയാണ്. 21 പ്രഖ്യാപിച്ചു, 22 ബഡ്ജറ്റിൽ വന്നു, പൈസ കിട്ടി, 25 കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, പോയിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് എപ്പോഴും കറണ്ട് അഫയർ ആണ്. 1, സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം അല്ലേ? പൈസ ഉണ്ടാക്കണ്ടേ? ഇന്ത്യയെ സാമ്പത്തികമായ വളർച്ച, ഇന്ത്യയെ എന്താ 2047 പുതിയ ഇന്ത്യ ആക്കുക, ലോകത്തിലെ ടോപ്പ് എന്താക്കുക, രാജ്യങ്ങൾ ഒന്നാക്കുക, വേണ്ടേ? അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോ നമ്മൾ കാലാവസ്ഥയെ മറക്കാൻ പറ്റുമോ? സോറി, കാലാവസ്ഥ മറക്കാൻ പറ്റില്ല, ശരിയാണ്. പരിസ്ഥിതിയെ മറക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എല്ലാം അങ്ങനെ വെട്ടിത്തെളിക്കാൻ പറ്റുമോ? കുന്നിടിച്ച് എന്താ പറയാ, അതിനെ മൊത്തം ഇല്ലാതാക്കാൻ പറ്റുമോ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാമ്പത്തിക വളർച്ചയും വേണം, എന്ത് വേണം, സുസ്ഥിര വികസനവും വേണം. നമ്പർ 1 ശരിയല്ലേ? അതെ. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളല്ലേ? അതെ. ഓക്കെ അല്ലേ? ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഡീറ്റെയിൽ പ്ലാറ്റ്ഫോം ആണോ? ആണ്. ഒരു വെബ്സൈറ്റ് പോലുള്ള പരിപാടിയാണോ? അത് കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, 5 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു. 5 എഞ്ചിനാണോ? അല്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, 2 നമ്പർ എന്റെ കയ്യിലുണ്ട്, 1 7, 1 6. എഞ്ചിൻ എത്ര? 7 എണ്ണം. ഏതൊക്കെയാണ്? റോഡ്, എയർപോർട്ട്, മാസ് ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്, റെയിൽവേ, പോർട്ട്, വാട്ടർവേസ്. ഓക്കെ, 6 പില്ലേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ഡൈനാമിക്, അനലിറ്റിക്കൽ, സിങ്ക്രണൈസേഷൻ, കോംപ്രിഹെൻസീവ്നെസ്, പ്രയോറിറ്റൈസേഷൻ, ഒപ്റ്റിമൈസേഷൻ. ഇങ്ങനെ എന്താണ് ആക്ച്വലി 6 പില്ലേഴ്സ് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്താണ്? തെറ്റാണ്. 4, റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലയെ കൂട്ടിക്കെട്ടിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റി. ഒരു 10-15 മിനിറ്റ് ആയില്ലേ എന്ത് പറയാൻ തുടങ്ങിയിട്ട്? മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ സംഭവം അവിടെ ഉള്ളതല്ലേ? അപ്പൊ കണക്ടിവിറ്റി എന്താണ്? വിവിധ വിഭാഗങ്ങളെ കൂട്ടിക്കെട്ടണം. ഇതൊക്കെയല്ലേ സംഭവം. നമ്മൾ പഠിച്ചതെന്ന് ഏതൊക്കെ ശരിയാണ്? 1, 2, 4 ശരിയാണ്. ഏതൊക്കെ തെറ്റാണ്? 3 തെറ്റാണ്. 5 എഞ്ചിനാണോ? 7 എഞ്ചിനാണോ? 7 എഞ്ചിനാണ്. 6 എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഓക്കെ, എഞ്ചിനാണോ അതോ അതിന്റെ എന്താണ്? പറയൂ. ഓക്കെ, 6 എന്ന് പറയുന്നത് എന്താണ്? സാർ ഇവിടെ പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പൊ എവിടെയായിരിക്കും വെച്ചാൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് പറയാ. 6 എന്താണ്? പില്ലേഴ്സ് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? 6 പില്ലർ, 7 എഞ്ചിൻ. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ എന്തൊക്കെയാണ് പ്രധാന സവിശേഷതകൾ? നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ഡിസ്കസ് ചെയ്തതാണ്. ആ ഡിസ്കസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എന്റെ കൂടെ ഒരു റിവിഷൻ മോഡിൽ വരിക. ഓക്കെ, വിവിധ സർക്കാർ വകുപ്പുകളിൽ എത്ര വകുപ്പ്? 16. ഓക്കെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, സംയോജിപ്പിക്കുന്നു. ഓക്കെ, ആ കാര്യം ഓക്കെ ആണല്ലോ? കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. സ്വകാര്യ കമ്പനികൾ എന്ത് ചെയ്യും? ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, അടിസ്ഥാന സൗകര്യം വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോ മനുഷ്യ വിഭവശേഷിയെ പരിശീലിപ്പിക്കുക. അപ്പൊ ആളുകൾക്ക് എന്ത് കൊടുക്കും? ട്രെയിനിങ് കൊടുക്കും. എന്നാലേ ജോലി കിട്ടുള്ളൂ. ഓക്കെ, ലോജിസ്റ്റിക്സ് പഠിക്കാത്ത ഒരാൾക്ക് പോയിട്ട് പോർട്ടിൽ ജോലി അടിച്ചു കഴിഞ്ഞാൽ നടക്കുവോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് PMGSNMP. അതായത് പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. PMGSNMP എന്നാണ് അതിന്റെ പേര്. PMGSNMP എന്ന് വെച്ചാൽ എന്താ? ഇതൊരു പൊതു പദ്ധതിയാണ്, ഇതൊരു മാതൃ പദ്ധതിയാണ്. എന്നാ വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, പാമ്പം പാലം ഉണ്ടാക്കുകയാണെങ്കിലും, ഓക്കെ, കൊച്ചി എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും, ജമ്മു കാശ്മീർ എയർപോർട്ട് ഉണ്ടാക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ചിനാബ് പാലം ഉണ്ടാക്കുകയാണെങ്കിലും, ഓക്കെ അല്ലെ, ഇവിടെ
എന്താ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റ് നടത്തുകയാണെങ്കിലും എല്ലാം ഇനി വരാൻ പോകുന്നത് ഒരു പദ്ധതിയുടെ പേരിലാണ്. ആ പദ്ധതിയുടെ പേരാണ് PMGSNMP എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. ഓക്കെ, ഇതിന്റെ കീഴിലാണ് ഇനി ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സും, എന്ത് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും വരുന്നത്. ഇതൊരു പൊതു പദ്ധതിയാണ്. ഓക്കെ, എല്ലാവരും കൂടി ഒരുമിച്ച് ഏത് പദ്ധതിയാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? PMGSNMP ആണ് ചെയ്യുന്നത് പറയണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ സെപ്പറേറ്റ് അല്ല, എല്ലാം എന്താണ്? ഒരുമിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഏത് മേഖലയിലാണ് ഇപ്പൊ വികസനം കൂടുതലായിട്ട് വേണ്ടത് എന്ന് എന്ത് ചെയ്യും? തീരുമാനിക്കും. പ്രയോറിറ്റൈസേഷൻ. ഓ ഫൈൻ. ഓക്കെ, PMGSNMPയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ്? ഈ ദേശീയ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് 44 കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 36 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി എന്നോട് സാർ 36 സംസ്ഥാനമാണോ എന്ന് ചോദിക്കരുത്. ഓക്കെ, നമ്മുടെ അടുത്ത് എത്ര സംസ്ഥാനം ഉള്ളത്, എത്ര കേന്ദ്രഭരണ പ്രദേശം ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് 36 സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ല? അല്ലാതെ 36 സംസ്ഥാനം കൊണ്ടൊന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി ഒരുമിച്ച് 36 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്? 44 മന്ത്രാലയം. ഇതൊക്കെ എന്തിലാ കൊണ്ടുവന്നിരിക്കുന്നത്? PMGSNMPയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയി പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ എന്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് പഠിക്കുകയെന്ന് വിചാരിക്കൂ. അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് പറയും? ഇത് പഠിച്ചു വെക്കണം എന്ന് പറയും. അത് പഠിക്കണം നിങ്ങളുടെ കടമയല്ലേ? അതെ. എക്സാമിന് എല്ലാ ഭാഗവും പഠിക്കാൻ ഞാൻ പറയുന്നുണ്ടോ? ഇല്ല. ചില പ്രത്യേക ഭാഗങ്ങളെ പഠിക്കാൻ പറയുന്നുള്ളൂ. അതെ. ബാക്കി വിടാനാണോ പറയുന്നത്? അതെ. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനുള്ള സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കി തരണ്ടേ? അതെ. അത് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടോ? ഉണ്ട്. സാർ ഈ കഥയൊക്കെ പറയാനുള്ള കാരണം എന്താ? അങ്ങനെ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ, ഒരു കൃത്യമായ പ്ലാൻ തരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം, SOP. ഓക്കെ എന്നാണ് അതിനെ പറയാ. ഓക്കെ, ഒരു 15 സാമൂഹ്യ മേഖലാ മന്ത്രാലയങ്ങൾക്ക് നമ്മൾ PMGSNMP പ്രകാരം എന്ത് കൊടുത്തിട്ടുണ്ട്? SOP കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടതെന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്? നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ SOP കൊടുത്താലുള്ള ഗുണം എന്താ? അവർ ആ രീതിയിലാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പണിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഏതിലാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതിലാണ് ബെറ്റർ ആണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി ജില്ലാ തലത്തിലേക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രധാനമന്ത്രി ഗതിശക്തി വ്യാപിപ്പിക്കാൻ പോവുകയാണ്. സാർ അപ്പൊ പാലക്കാട് ജില്ല, കൊച്ചി, എന്താ പറയാ, കൊച്ചി ജില്ല അല്ലല്ലോ. ഓക്കെ അല്ലെ? എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, അങ്ങനെയൊക്കെ വരുമോ? വരും. ഓക്കെ, ഒരവധ ഏത് പോലീസുകാരനും പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ വരുമോ? വരും. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ഗതിശക്തി ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് DMP, ഡിസ്ട്രിക്ട് മാസ്റ്റർ പ്ലാൻ എന്നാണ് പറയാ. മലയാളത്തിൽ ജില്ലാ മാസ്റ്റർ പ്ലാൻ എന്ന് പറയും. ഓക്കെ അല്ലെ? ആ രീതിയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ രീതിയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാധികാരികളോട് നോക്കാൻ പറയുന്നത് ഒരു പോർട്ടലാണ്. ആ പോർട്ടലിന്റെ പേരെന്താ? PM ഗതിശക്തി പോർട്ടൽ. ഓക്കെ, ഇത്ര നേരം വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ലേ? ആ വെബ്സൈറ്റ് ആണ് നോക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ എല്ലാ ജില്ലയിലേക്കും കൂടി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ജില്ലകളെ സാമ്പിൾ എടുക്കണം. 28 ജില്ലകളെ നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാർ അവിടെ ജില്ല എന്നല്ല എഴുതിയിരിക്കുന്നത്, എന്തോ ഒരു പേര് എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടില്ലേ? ഉണ്ട്. ആ പേരിന്റെ പേരാണ് 28 അഭിലാഷ ജില്ലകൾ. 28 അഭിലാഷ ജില്ലകൾക്ക് വേണ്ടിയിട്ട് ഈ പോർട്ടലിന്റെ ഒരു ബീറ്റ പതിപ്പ് ഓക്കെ 2024 സെപ്റ്റംബർ 18 ഈ ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. സാർ എന്താണ് ഈ അഭിലാഷ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ അഭിലാഷ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ തട്ടുള്ള ജില്ലകളെ വിളിക്കുന്നവരാണ് അഭിലാഷ ജില്ല. സാർ അവിടുത്തെ പ്രശ്നം എന്താ? ആവശ്യത്തിന് സ്കൂൾ ഉണ്ടാവില്ല, ആവശ്യത്തിന് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല, ആവശ്യത്തിന് കോളേജ് ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല. അങ്ങനത്തെ ജില്ലകളാണ്. ഏറ്റവും താഴത്തുള്ള ജില്ലകളാണ്. ആരാ സാർ ഇത് കണ്ടുപിടിക്കുക? നീതി ആയോഗാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ജില്ലകളെ വികസിപ്പിക്കണം. അതിനുവേണ്ടി നീതി ആയോഗ് ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP
എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണ് സാർ ഉണ്ടാക്കിയത്? 2018. എത്ര ജില്ലയുണ്ട് സാർ ഇന്ത്യയിൽ? 112 ജില്ലയുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ 112 ജില്ലയിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അതിലെ 28 ജില്ലകളില് 2024 സെപ്റ്റംബർ 18 നമ്മുടെ പ്രധാനമന്ത്രി ഗതിശക്തി പ്രോഗ്രാമിന്റെ പോർട്ടലിന്റെ ബീറ്റ പതിപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കറണ്ട് അഫയേഴ്സ് ആണ്, നന്നായി ഓർത്ത് വെക്കണം. 2024 സെപ്റ്റംബർ 18 ഒരു ബീറ്റ പതിപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏത് ജില്ലകൾക്ക് വേണ്ടിയിട്ട്? അഭിലാഷ് ജില്ലകൾക്ക് വേണ്ടിയിട്ട് 28 എണ്ണം. മൊത്തം ഇന്ത്യയിൽ എത്ര അഭിലാഷ് ജില്ലകളുണ്ട്? എത്ര ആസ്പിരേഷൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട്? 112. ആരാത് ഉണ്ടാക്കിയത്? നീതി ആയോഗ്. ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 2018 ജനുവരിയിൽ. ഓക്കെ, ഈ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ അഭിലാഷ് ജില്ല എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും ഡെവലപ്പായ ജില്ലയാണോ, ഡെവലപ്മെന്റ് കുറഞ്ഞ ജില്ലയാണോ? ഡെവലപ്മെന്റ് കുറഞ്ഞ ജില്ലയാണ്. ഓക്കെ, സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്ന ജില്ലയാണ്. എന്താണ് അപ്പൊ ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ലക്ഷ്യം? ഓക്കെ, ലക്ഷ്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഇവരെ ബെറ്റർ ആക്കുക. ഇതാണ് ലക്ഷ്യം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഡൺ ആണെങ്കിൽ അപ്പോ 2025 മാർച്ച് 31. ഇപ്പോ ഞാനിത് എടുക്കുമ്പോഴുള്ള ടൈം എപ്പോഴാ? 2025 ജൂലൈ ആണ്. ഓക്കെ, ജൂലൈ ലാസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാനിത് എടുക്കുന്ന സമയത്ത് DMP പോർട്ടൽ ഓക്കെ 2025 മാർച്ച് 31 എന്ത് ചെയ്യണം? ഇന്ത്യ മുഴുവൻ എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, എത്തിയോ ഇല്ലയോ എന്നതിന്റെ ഡാറ്റ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഡിസ്ട്രിക്ട് മിഷൻ പോർട്ടലുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എന്താണ് ആക്ച്വലി? മാസ്റ്റർ പ്ലാൻ, സോറി മിഷൻ പോർട്ടൽ അല്ല, ഡിസ്ട്രിക്ട് മാസ്റ്റർ പ്ലാനിന്റെ പോർട്ടലുകൾ എല്ലാ ജില്ലകളിലും എത്തേണ്ട വർഷം മാസം ദിവസം എപ്പോഴാ? 2025 മാർച്ച് 31. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത്? ജില്ലാ സംയോജനം. ഓക്കെ, അപ്പൊ ജില്ലകളെ സംയോജിക്കാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ദേശീയ ലോജിസ്റ്റിക് നയം, NLP 2025. സാർ ലോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം പഠിച്ചു തന്നെ, റോഡ്, റെയിൽവേ, കണക്ടിവിറ്റി, വിമാനത്താവളം, ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും പറയുന്നവരെന്താണ്? ലോജിസ്റ്റിക്സ്. എന്താണ് ലോജിസ്റ്റിക്സ് നയം? ഓക്കെ, പെട്ടെന്ന് സാധനം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തണം, കാര്യക്ഷമം. ഓക്കെ, അത് നല്ല രീതിയിലാണ് എത്തേണ്ടത്. സംയോജനം, അത് എത്തുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ചെലവ് കുറയണം. ഓക്കെ, ചെലവ് കുറഞ്ഞ രീതിയിൽ. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോജിസ്റ്റിക്സിലൂടെ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു നയം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് ദേശീയ ലോജിസ്റ്റിക്സ് നയം. എപ്പോഴാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്? 2022 സെപ്റ്റംബർ 17 എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ നയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? PM ഗതിശക്തി പോരെ? പോരാ മക്കളെ, പോരാ. ഓക്കെ, PM ഗതിശക്തി തന്നെ ചെയ്തിരിക്കുന്നത് ലോജിസ്റ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെറ്റർമെന്റ് ആവണം. അതെന്താ സാറേ ലോജിസ്റ്റിക്സ് എന്നുള്ള വാക്കിന് ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, അത് എനിക്ക് സ്ലൈഡ് കണ്ടാൽ അറിയും. LPI ഓക്കെ അല്ലെ? ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വേൾഡ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. അതിൽ നമ്മുടെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം? ബെറ്റർ ചെയ്യണം. അങ്ങനെ ഇത് ഇൻഡെക്സിങ് പഠിക്കാനുള്ളതാണ്. അപ്പൊ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ സംഭവം തരണം. അതിനു വേണ്ടിയുള്ളതാണ് ദേശീയ ലോജിസ്റ്റിക്സ് നയം. 2022 സെപ്റ്റംബർ 17 എന്ത് ചെയ്തു? തുടങ്ങി. ഇതിലെ ലക്ഷ്യം എന്താ? 2030 LPI എന്ന് വെച്ചാൽ എന്താ? ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, ലോജിസ്റ്റിക്സ് പ്രകടന സൂചികയിൽ എന്ത് ചെയ്യുക? ബെറ്റർ ആവുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ, നമ്മുടെ ആസ്തി, മാനവ വിഭവശേഷി, സംസ്ഥാനങ്ങളുടെ ഇടപെടൽ, എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട്, കോംപ്രിഹെൻസീവ് ലോജിസ്റ്റിക്സ് പ്ലാൻ, ഓക്കെ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ക്ലാപ്പ്, ഓക്കെ, സമഗ്ര ലോജിസ്റ്റിക്സ് ആക്ഷൻ പ്ലാനിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നടപ്പാക്കുന്നു. ഓക്കെ, അപ്പൊ ദേശീയ ലോജിസ്റ്റിക്സ് നയത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഓക്കെ, ആസ്തി ഡെവലപ്പ് ചെയ്യുക, അതായത് കയ്യിൽ പൈസ വേണ്ടേ? ഓക്കെ, പിന്നെ കയ്യിൽ സിസ്റ്റം വേണ്ടേ? അത് ഡെവലപ്പ് ചെയ്യുക. മാനവ വിഭവശേഷി, ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അവിടെ വർക്ക് ചെയ്യാൻ ആള് വേണ്ടേ? ഇനി എയർപോർട്ട് കെട്ടാനുള്ള ആള് വേണ്ടേ? ഫ്ലൈറ്റ് പറത്താൻ നല്ല കഴിവുള്ള പൈലറ്റ് വേണ്ടേ? ഓക്കെ, സംസ്ഥാനങ്ങളുടെ ഇടപെടൽ. ഓക്കെ, ഇപ്പൊ നമ്മള് ശബരിമലയിൽ പോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു.
പോർട്ടല്ല, എയർപോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എയർപോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കാര്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നത്? അതെല്ലാം മാറ്റിയിട്ടല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചാലല്ലേ വികസനം ഒരു സ്ഥലത്ത് വരുള്ളൂ. അതെ, ഓക്കെ. അങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി. ദേശീയ ലോജിസ്റ്റിക്സ് നയം എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ അല്ലേ? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് സമഗ്ര ലോജിസ്റ്റിക് ആക്ഷൻ പ്ലാനിലാണ്, ക്ലാപ്പിലാണ്. CLAP എന്നാണ് അതിന്റെ പേര്. ഈ ക്ലാപ്പ് ആണ് ഈ ദേശീയ ലോജിസ്റ്റിക്സ് നയം നടപ്പാക്കുന്നത്. ഇത് നടപ്പാക്കിയത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താ? എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത്? 2022. 2022 LPIയിൽ ലോജിസ്റ്റിക്സ് പഠന സൂചികയിൽ 139 രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ 44ാം സ്ഥാനത്തായിരുന്നു. ഓക്കെ. പക്ഷെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2023ലും 2024ലും ഈ LPI ഇൻഡെക്സിൽ 139 രാജ്യങ്ങളിൽ നമ്മൾ എത്രാമത്തെയാണ്? 38ാമത്തെയാണ്. ഓക്കെ. നമ്മൾ ഇംപ്രൂവ് ആയിട്ടുണ്ടാ? നമ്മൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി വർക്ക് ചെയ്യുന്നുണ്ടാ? ഉണ്ട്. ആ നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനമന്ത്രി ഗതിശക്തി പ്രോഗ്രാം. ആ പ്രധാനമന്ത്രി ഗതിശക്തി പ്രോഗ്രാമിനെ നമ്മൾ ഒരു കുടക്കീഴിൽ നിർത്തിയിട്ട് രാജ്യത്തിന്റെ മൊത്തം പരിപാടി ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ പേരെന്താ? PM ഗതിശക്തി നാഷണൽ പ്ലാൻ. ഓക്കെ. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ആവുന്നുണ്ടാ? ഉണ്ട്. അപ്പൊ 2024 റാങ്ക് നമ്മളുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. റാങ്ക് മെച്ചപ്പെടുത്തിയില്ലേ? മതി അല്ല അതെ. ഓക്കെ. അപ്പൊ നമുക്കൊരു പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ, അതിനു വേണ്ടിയിട്ട് 2022 മെയ് 14 നമ്മൾ എന്ത് ചെയ്തു? ഗതിശക്തി സഞ്ചാർ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏത് പോർട്ടലിൽ ഉണ്ടാവുക? ഗതിശക്തി സഞ്ചാർ എന്ന് പറയുന്ന പോർട്ടലാണ് ഉണ്ടാവുക. ഓക്കെ. എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? 2022 മെയ് 14 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 2022 ഒക്ടോബർ 1 ഇന്ത്യയിൽ നമ്മൾ എന്ത് ആരംഭിച്ചു? 5G സേവനങ്ങൾ ആരംഭിച്ചു. 13 കോടിയിലധികം 5G സേവനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ 4G എല്ലാ വില്ലേജിലും എത്തിക്കണം. 5G നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം വ്യാപിപ്പിക്കണം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയ കാരണമല്ലേ? സേവനങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ കാരണമല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും 5G ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ വീഡിയോസ് എല്ലാം കാണുന്നത് വളരെ പെട്ടെന്ന് കാണാൻ പറ്റില്ലേ? ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എളുപ്പമല്ലേ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ അത്ര ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്താ? അതെല്ലാം ചെയ്യുന്ന ഏതിന്റെ ഭാഗമായിട്ടാ? PM ഗതിശക്തിയുടെ ഭാഗമായിട്ടാ. മനസ്സിലായ? ഓക്കെ. ഈ PM ഗതിശക്തിയിൽ 4 സംയോജന പദ്ധതികളുണ്ട്. അതായത് ഒന്നിന്റെ പേരാണ് ഭാരത് മാല. ഭാരത് മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത വികസന പദ്ധതി. രണ്ടാമത്തെ പേരാണ് സാഗർമാല. സാഗർമാല എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പദ്ധതി. മൂന്നാമത്തെയാണ് ഉൾനാടൻ ജലപാത. എന്ന് വെച്ച് കഴിഞ്ഞാൽ നദികളിലൂടെയുള്ള ചരക്ക് എന്ത് ചെയ്യുക? കൊണ്ടുപോവുക. നാലാമത്തെ പദ്ധതി പേരാണ് ഉഡാൻ, വ്യോമ ഗതാഗതത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പൊ ഈ 4 പദ്ധതി നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ. അതെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ PM ഗതിശക്തി എല്ലാം മനസ്സിലായില്ലേ? ഫൈൻ. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ ആണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ ആണ്. ചാനൽ എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ 123 ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.